പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ പിഞ്ചെന്ന വിശുദ്ധ അൽഫോൻസയെ മഹത്വത്തിലേക്ക് ഉയർത്താൻ തിരുമനസ്സായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വിശുദ്ധിയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാൻ രക്ഷാദായകമായ ബലി വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ും
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 3:1-16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നതിനാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്ന് ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപനിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവർത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന് നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അധ്യായം 2 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിച്ച് അനുഗ്രഹിച്ചാലും. വിശ്വാസത്തിലൂടെ നീതീകരണം. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും
എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രഹപൂരിത കവിത തൂലിക പോലെ താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12-20 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അടിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തസാക്ഷികൾ വിശുദ്ധരായിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ സഭ മുതൽ സഭയിലെ ഒരുപാട് രക്തസാക്ഷികൾ കർത്താവിൻ്റെ ഒരു വലിയ കൃപയ്ക്ക് പാത്രീഭൂതരായിട്ടുണ്ട്. രക്തസാക്ഷികളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് രക്തം ചിന്തി യേശുവിന് വേണ്ടി ജീവിതം ഹോമിക്കുക. വിശുദ്ധ അൽഫോൻസാമ്മ അങ്ങനെയാണ് ജീവിതത്തിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തിയത്. നമുക്കറിയാം, വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം ദൂരെ അറിയാത്ത ഒരു നാട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ആളുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജീവിച്ച് അവരെ പ്രബുദ്ധരാക്കി. അതിൽ കലിപൂണ്ടവർ വിശുദ്ധ അൽഫോൻസാമ്മയെ കൊന്നുകളയുകയാണ്. അപ്പോൾ രക്തം ചിന്തി മരിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. അപ്പോൾ സഹനങ്ങളെയും വേദനകളെയും ഒക്കെ തമ്പുരാൻ്റെ വലിയ കൃപ നമുക്ക് നൽകുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് റാണിമരിയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക അവസരത്തിൽ തളർന്നു പോവുകയാണ്. അങ്ങനെ തളർന്നു പോകുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്
തൻ്റെ സന്യസ്ത ജീവിതം ആരംഭിച്ച് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആവൃത്തിയുടെ നാലുകെട്ടിൽ വിശുദ്ധ അൽഫോൻസാമ ഒതുങ്ങുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആളുകൾ? ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ. അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഒരു അച്ഛൻ കുറേ വർഷങ്ങളായിട്ട് വീൽ ചെയറിലായിരുന്നു. ഞാൻ പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെയും പ്രീസ്റ്റ് ഹോമിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ട് വീൽ ചെയറിൽ. ഒരിക്കൽ ഒരു ആക്സിഡൻറ്റ് പറ്റി, കാറ് യാത്രയ്ക്കിടയിൽ ആക്സിഡൻറ്റ് പറ്റി, സ്പൈനൽ കോഡിന് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ കുറേ നാൾ വിശ്രമത്തിലായിരുന്നു, കുറേ വർഷങ്ങളോളം. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ പ്രീസ്റ്റ് ഹോമിലേക്ക് പോയി. അപ്പോൾ അവിടെ 39 വയസ്സ് മാത്രം പ്രായമുള്ള, ഞങ്ങളുടെയൊക്കെ ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛന് ഇതേപോലെ തന്നെ സ്പൈനൽ കോഡിന് ചെറിയൊരു വൈറസ് ബാധ വന്നിട്ട്, അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയൊന്നും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ചില രോഗങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ വൈറസ് ബാധ വന്നിട്ട് അവിടെ നടക്കാൻ ഇപ്പം ചെറുതായിട്ട് പറ്റുന്നുണ്ട്. ഒരു ആയുർവേദമൊക്കെ ചെയ്ത്, അലോപ്പതിയിൽ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഈ 39 വയസ്സിൽ അദ്ദേഹം പെരുമാറുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് 70 വയസ്സ് 75 വയസ്സെത്തിയ ഒരു അപ്പാപ്പനെ പോലെ, ഒരു വൃദ്ധനായൊരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹത്തിൻ്റെ ഇരിപ്പും അദ്ദേഹത്തിൻ്റെ ചെയ്തികളൊക്കെയും. പക്ഷേ നല്ല ബ്രെയിനിന് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ നടക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും. അപ്പം അങ്ങനെ കുറേ നാൾ ആയി, ഈ കുറച്ച് നാളുകളായി, 36 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ PTA സെമിനാറിന് വന്ന ഒരു വൈദികനുണ്ട്. അദ്ദേഹം ക്യാൻസർ രോഗബാധിതനാണ്. പക്ഷെ അദ്ദേഹം അതിനെ അതിജീവിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ കഥയുമായിട്ട് ഓടി നടന്ന് വിശ്വാസത്തിൻ്റെ ഒരു വലിയ അനുഭവ സാക്ഷ്യമായിട്ട് അദ്ദേഹം നടക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇതൊക്കെ നമ്മുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്, നമ്മുടെയൊക്കെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ. ഇനി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരൂ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ കൊട്ടിഘോഷിക്കാനില്ല എങ്കിലും ഒരുപക്ഷെ നമുക്കറിയില്ല, അതിനുള്ള വേദി കിട്ടിയാൽ ചിലപ്പോൾ നമ്മളൊക്കെയും അതുപോലെ പ്രസിദ്ധരാകുമായിരിക്കാം. പക്ഷേ പ്രസിദ്ധരാകുന്നതിനേക്കാളക്കപ്പുറത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വേദനകളും സഹനങ്ങളും ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്, ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്? എൻ്റെ സഹനങ്ങളെയും എൻ്റെ വേദനകളെയും, ഇപ്പം നമുക്ക് പരിചയമുള്ള വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ റാണി മറിയ, അതുപോലെ വിശുദ്ധ എവുപ്രാസ്യമ്മ, ഇവരൊക്കെയും ജീവിതത്തിലെ സഹനങ്ങൾ അതിജീവിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തമിഴ് ഗ്രൂപ്പ് നമ്മുടെ പള്ളിയിൽ വന്നിരുന്നു. അവരിവിടെ വന്ന് പള്ളിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഒരു ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ചുപോയി. അപ്പോൾ അവർ 2 ദിവസം ഇവിടെ കേരളത്തിൽ തീർത്ഥാടനത്തിലാണ്. എവുപ്രാസ്യമ്മയുടെ അടുത്തും അതുപോലെ തന്നെ അൽഫോൻസാമ്മയുടെ അടുത്തും ചാവറ പിതാവിൻ്റെ അടുത്തും പിന്നെ വല്ലാർപാടം ബസിലേക്ക്, അങ്ങനെ ഈ കേരളത്തിലെ വിശുദ്ധരുടെ ഖബറിടങ്ങളെ തേടിയുള്ള യാത്രയാണ്. കുഴിക്കാട്ടിശ്ശേരി മറിയം ത്രേസ്യയുടെ അടുത്തൊക്കെ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഇത്രയധികം വിശുദ്ധർ കേരളത്തിലുണ്ട്. ഇവരൊക്കെ കാണാൻ വേണ്ടി അവർ ദൂരം താണ്ടി അവരവിടെ നിന്ന് വരികയാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇതുപോലെ തീക്ഷ്ണതയുള്ള, മൂല്യമുള്ള, വിശ്വാസ തീക്ഷ്ണതയോട് കൂടിയിട്ടുള്ള ഒത്തിരിയേറെ മക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ പോണ്ടിച്ചേരിയിലുണ്ടായിരുന്ന സമയത്തും ഇവിടെ ചെന്നൈയിലുണ്ടായിരുന്ന സമയത്തും അവിടെ പ്രായമായ വൈദികരുണ്ട്, അതുപോലെ സിസ്റ്റേഴ്സുണ്ട്, മലയാളികൾ. ഇവരൊക്കെ കൂടുതലും പാല, അതുപോലെ കാഞ്ഞിരപ്പള്ളി, അങ്ങനെ തെക്ക് ഭാഗത്ത് നിന്നും അതുപോലെ വടക്ക് ഭാഗത്ത് കുടിയേറിയവരും, അവരിൽ നിന്നൊക്കെ ഒത്തിരിയേറെ പേര് പണ്ട് കാലത്ത് അവിടെ പോയി, അന്നൊക്കെ അതൊരു മിഷനായിരുന്നു. അവിടെ ആ രൂപതയിൽ ചേർന്ന് ആ രൂപത മിഷന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നൊക്കെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളായി, പക്ഷെ അന്നൊക്കെ ഒരു മിഷൻ പ്രവർത്തനമായിരുന്നു, മിഷൻ മേഖലയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു തലമുറയില്ല. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്റേഴ്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ അച്ഛന്മാരാണെങ്കിലും,
ആളുകൾ അത്രയേറെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയെ അവർ കാണുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ, സ്നേഹമുള്ളവരെ, ഇവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയില്ല. ദൈവ മഹത്വത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെയും മുന്നോട്ട് ഞാൻ നയിക്കുകയാണ്, എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും. എങ്കിലാണ് യഥാർത്ഥ ദൈവവിളിയിൽ ഉണ്ടാവുക. അങ്ങനെയാണല്ലോ അവിടെ നിന്ന് ദൂരദേശങ്ങളിൽ പോയി ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ മക്കൾ തയ്യാറാവുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യം മുന്നോട്ട് പോകണം, ഈ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത മുന്നോട്ട് പോകണം. സഭയോടും സഭയുടെ പ്രവർത്തനങ്ങളോടും അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളോടും ഒക്കെ മുന്നോട്ട് പോകണം. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയോടുള്ള ആഭിമുഖ്യവും വിശുദ്ധ കുർബാനയോടുള്ള അടുപ്പവുമാണ് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുക. പലപ്പോഴും നമ്മൾ അതിൽ ചിലപ്പോഴൊക്കെ വെള്ളം ചേർക്കാറുണ്ട്. ഇനി ചില ത്യാഗങ്ങൾ, ചില ഉപവാസങ്ങൾ, ചില പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണെന്നറിയുമോ ഇത്രയും വിശുദ്ധ കേരള സഭയിൽ വിശുദ്ധ അൽഫോൻസാമ്മ തുടങ്ങി അങ്ങനെ നമുക്ക് എണ്ണാൻ കഴിയുന്നത്? നമ്മുടെ സീറോ മലബാർ സഭയിൽ, നമ്മുടെ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന ചില ഉപവാസങ്ങളും ത്യാഗങ്ങളും നോമ്പൊക്കെയാണ്. ഈ ത്യാഗങ്ങളും സഹനങ്ങളിലൂടെയൊക്കെയാണ് സഭ ഇത്രയേറെ പടർന്ന് മന്ദലിച്ചിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളുടെ, ഏത് കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്? പക്ഷേ അതിനെ പരിഹരിച്ചുകൊണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തളർന്നു പോകാൻ പാടില്ലാത്തത് നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തോടുള്ള ഈശോയോടുള്ള അടുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അൽഫോൻസാമ്മയും നമ്മുടെ ഈ കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള വിശുദ്ധരും നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ഇത് തന്നെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ജീവിതത്തിലെ സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മെയും നയിക്കുക. അങ്ങനെ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ ആ ഒരു വലിയ ബോധ്യത്തിൽ വളർന്നു വരണം. എങ്കിലാണ് ദൈവവിളികൾ ഉണ്ടാവുക, അങ്ങനെയാണ് വിശുദ്ധരുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും അനുഭവിക്കാൻ സാധിക്കണം. വിശുദ്ധ അൽഫോൻസ FCC കോൺഗ്രേഷനിൽ പെട്ട ആളാണ്, നമുക്കറിയാം. FCC കോൺഗ്രേഷനിൽ അവരുടെ ഒരു ആപ്തവാക്യമുണ്ട്. എന്താണെന്നറിയാമോ? സമാധാനം, സന്തോഷം, സൗഭാഗ്യം. സമാധാനം, സന്തോഷം, സൗഭാഗ്യം, ഈ മൂന്ന് ഒരു വലിയ കൃപ അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എല്ലാമുണ്ട്, എല്ലാം നേട്ടങ്ങളുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും സൗഭാഗ്യവും ഇല്ല എങ്കിൽ പിന്നെ എന്താണ് ഫലം? അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അവിടെ ഒരു വലിയ സമാധാനം, സന്തോഷം ഉണ്ടാവുകയാണ്. ചിലപ്പോൾ ചില അമ്മച്ചിമാരെന്ന് പറയും, കെട്ടിയും ഭയങ്കര കുടിയാണ്, മക്കൾ ഇങ്ങനെ നശിച്ചു പോവുകയാണ്, അവർ ഇങ്ങനെ നമ്മുടെ അത്രയൊന്നും അല്ലെങ്കിൽ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് അച്ചോ കടന്നു പോകുന്നത്. ചിലപ്പോൾ ചില ചേട്ടന്മാരെന്ന് പറയും, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന് പറയും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭയങ്കര പ്രശ്നമാണ്, അതാണ് ഇതാണ്. അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭർത്താവിന് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതത്തെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവർ, ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്കെങ്ങനെയാണ് മോശമാകാൻ സാധിക്കുക? നമുക്കെങ്ങനെയാണ് തിന്മയുടെ വഴിയിലൂടെ നടക്കാൻ സാധിക്കുക? ഇതൊരു തടയാണ്. അതുകൊണ്ടാണ് സ്നേഹം, അതിൽ നിലനിൽക്കാനുള്ള വരം നൽകണമേ എന്ന് വിശുദ്ധ അൽഫോൻസാമ്മ ഇപ്പം പ്രാർത്ഥിച്ചത്. സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു പരമാണുവോ ആയി എന്നെ മാറ്റണമേ എന്നാണ്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോടുള്ള സ്നേഹത്തിലും അടുപ്പത്തിലും നിലനിന്നുകൊണ്ട് സഹനങ്ങളെയും ജീവിത വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈശോയുടെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ലഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സുവിശേഷ ഭാവങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമയെ പോലെ ദൈവേഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വിരോചിതമായി നേരിടുന്നതിനും ആവശ്യമായ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിലത്ത് വീണഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് മണി പോലെ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കുവാൻ സമർപ്പിതർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൻ്റെ വിളി ശ്രവിച്ചുകൊണ്ട് സ്വയം പരിത്യജിച്ച് സമർപ്പിത ജീവിതം നയിക്കാൻ ധാരാളം യുവതി യുവാക്കന്മാരെ പ്രചോദിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായി, നിന്റെ കൃപയാ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ പ്രതി എല്ലാം ഉപേക്ഷിക്കാനും ക്ലേശങ്ങൾ സഹിക്കാനും വിശുദ്ധ അൽഫോൻസയെ ശക്തിയാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആടിമേറിയ വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സാക്ഷ്യമായി ഈ സമർപ്പിച്ച ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം ധനകൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറക്കടി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസ പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജുമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിൽ ഏകമാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. നമുക്കൊരു നിമിഷ സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്നുചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങൾ നൽകുന്ന ഈ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും വളരുവാൻ, ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ആത്മീയ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അസുഖങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിതാമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായ യുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയിലും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൗവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. നാദ
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാപൊലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപൊലിതാക്കും മാർ പോളിമിത്രാനും പുരോഹിതമാന ശംശാനമാന സമർപ്പിതർ അൽമായി പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്നസ്ഥർ വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലും വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും.
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേകതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സൗദത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശരീരം സ്വീകരിക്കാനും
അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യശിവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധ അൽഫോൻസമ്മയുടെ ഈ ഓർമ്മദിനത്തിൽ സ്തുത്യവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. അവർണ്ണന്യമായ ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. വിശുദ്ധ അൽഫോൻസയുടെ മാതൃക അനുകരിച്ച് ജീവിത ക്ലേശങ്ങളാകുന്ന കുരിശെടുത്ത് മിശിഹായി അനുഗമിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ അവിടുന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. എല്ലാം പൗത്രീകരിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ച് സ്വർഗഭാഗ്യത്തിന് അർഹരാക്കട്ടെ. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ നിങ്ങളെ ദൈവൈക്യത്തിൽ നിരന്തരം ജീവിക്കാനും പ്രവർത്തിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സജീവമായ സ്ലീവായാൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ അൽഫോൻസമ്മയുടെ മധ്യസ്ഥവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.